കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസ് കാണാതായതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് കാണാതായത്. പരീക്ഷാ കൺട്രോളറുടെ നിർണായക പ്രതികരണം TV പ്രസാദിന് ലഭിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതുകയല്ലാതെ മറ്റു വഴിയില്ല എന്നാണ് പരീക്ഷാ കൺട്രോളർ റിപ്പോർട്ടർ TVയോട് പറഞ്ഞത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. MBA കുട്ടികളുടെ ഈ പ്രൊജക്ട് ഫിനാൻസിന്റെ കുട്ടികൾക്ക് വീണ്ടും പരീക്ഷ എന്ന് പറഞ്ഞിട്ട് 3ാം സെമസ്റ്റർ പരീക്ഷ എഴുതിയവർക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു സാറേ. അത് പിന്നെ ഈ ഉത്തരക്കടലാസ് ഒരു അധ്യാപകന്റെ നഷ്ടപ്പെട്ടു പോയത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ വിളിച്ചത് സിൻഡിക്കേറ്റിലൊക്കെ വെച്ചു. അപ്പൊ അതിന്റെ തീരുമാനമാണ് കുട്ടികൾക്ക് ഇനിയും പരീക്ഷാ ഫീസ് മേടിക്കാതെ റീ എക്സാമിനേഷൻ നടത്തുക. അത് ആ അധ്യാപകന്റെ നഷ്ടപ്പെട്ടു പോയതാ. അത് എങ്ങനെയാ സാറേ നഷ്ടപ്പെട്ടത്? നമ്മൾ അന്വേഷിച്ചായിരുന്നു സാറേ. അല്ല, അത് പുള്ളി എഴുതി തന്നതിനകത്ത് തന്നെ ഉണ്ട്. പുള്ളി ഇങ്ങോട്ട് വണ്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് പോയി എന്നും പറഞ്ഞു. അയാൾക്കെതിരെ നടപടി എടുത്തോ നമ്മൾ സാറേ? സർവകലാശാല നടപടി എടുത്തോ? അത് നടപടിക്കായിട്ട് നമ്മളിവിടെ സിൻഡിക്കേറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിന്റെ പിന്നെ അത് ഏത് രീതിയിൽ അത് പോയെന്ന് എനിക്കറിയില്ല. നടപടി എടുക്കാനുള്ള ശുപാർശയാണ് വന്നിരിക്കുന്നത്. അതായത് കുറെ കുട്ടികൾ വിദേശത്തൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഫോൺ വരുന്നുണ്ട് ഈ മെയിൽ വന്നതിന് ശേഷം. അപ്പം അങ്ങനെ എഴുതാൻ പറ്റാത്തവർക്ക് എന്താ ചെയ്യാ സാറേ ഇനിയിപ്പം? മാത്രമല്ല അവർ 1 വർഷം കഴിഞ്ഞല്ലോ ഈ പരീക്ഷ എഴുതിയിട്ട്. അല്ല, അതിനിപ്പോ നമുക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. കൺസോളിഡേറ്റഡ് മെയിൽ എന്റെ കിട്ടിയിട്ടില്ല. അതും കൂടെ കിട്ടിയിട്ടേ നമുക്ക് അതിനകത്തൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും വല്ലാത്തൊരു കാണാതായകലായിപ്പോയി. 3ഉം 4ഉം സെമസ്റ്ററുകളുടെ ഫലം പ്രസിദ്ധീകരിക്കാതെ ഇരിക്കുന്നൊരു സാഹചര്യമുണ്ട്. പ്രതിസന്ധിയിലായെന്ന് വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേട്ടുവരാം. ഞാൻ 2022-24 MBA ബാച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 2024 ഡിസംബറിലായിരുന്നു നമുക്ക് അവസാനത്തെ എക്സാം, 4th സെം എക്സാം 2024 ഡിസംബറിലായിരുന്നു. പക്ഷേ മെയ്യിൽ നമുക്ക് 3rd സെം എക്സാമിൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ നമുക്ക് റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു 71ഓളം കൊച്ചുങ്ങൾക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. അവർക്ക് നോട്ടിഫിക്കേഷൻ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓരോ കൊച്ചുങ്ങൾക്കും സ്പെഷ്യലായിട്ട് അവരുടെ പേഴ്സണൽ മെയിലിലോട്ട് മെയിൽ അയച്ചിട്ട് അവരുടെ അടുത്ത് പറയുകയാണ്. അപ്പം എല്ലാവർക്കും എക്സാം ഇല്ല. 71 കൊച്ചുങ്ങളുടെ പേപ്പർ ഏതോ ഒരു സാറിൻ്റെ നെഗ്ലിജൻസ് കാരണം നമ്മളുടെ എക്സാമിൻ്റെ പേപ്പർ നഷ്ടമാവുകയും ആ പേപ്പർ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കൊച്ചുങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അല്ല മെയിൽ ID ആയിട്ട് പോയിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. നമുക്ക് ഇവരിങ്ങനെ കാണിക്കുന്നതോടെ നമ്മൾ ലാഗായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കരിയർ ബാക്കും എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ എവിടെ ഒരു ജോലിക്ക് പോയാലും അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റിന് നമുക്ക് റിസൾട്ട് വന്നാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. കഷ്ടപ്പെട്ടിരുന്ന് നമ്മൾ 4 ദിവസമൊക്കെ ഇരുന്ന് പഠിച്ച് രാവിലെ പകലൊന്ന് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ എക്സാമും എഴുതുന്നത്. ആ എക്സാമിന് അവർക്ക് അത്രയ്ക്ക് വാല്യൂ നമുക്ക് തരുന്നുള്ളൂ. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, ഗുരുതരമായ വിഷയമാണ്. 71 വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. മാത്രമല്ല 71 വിദ്യാർത്ഥികളെ അല്ല, റിസൾട്ട് വരാത്തത് കൊണ്ട്, അത് തടഞ്ഞു വയ്ക്കപ്പെട്ടത് കൊണ്ട് ആ ബാച്ചിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അത് പ്രശ്നമായിട്ട് തീരുകയും ചെയ്യും. എന്നാലും ഈ അധ്യാപകൻ ഇത്ര കെയർലെസ് ആയിട്ട് ഈ പേപ്പറുകൾ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്നാ? വരുന്ന വഴിക്ക് പേപ്പർ നഷ്ടപ്പെട്ടു പോയത്, ആ ബണ്ടിൽ മൊത്തം നഷ്ടപ്പെട്ടു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 71 പേപ്പർ എന്ന് പറയുമ്പോൾ 3 ദിവസമൊക്കെ നോക്കേണ്ട പേപ്പറുകളാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. 25 പേപ്പറാണ് ഒരു ദിവസം ഒരു അധ്യാപകൻ നോക്കേണ്ടത്. അപ്പോൾ ഇത്ര കെയർലെസ് ആയിട്ട് നോക്കി അധ്യാപകനെതിരെ നടപടി രീതിയും വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വിദേശത്തൊക്കെയുള്ള വിദ്യാർത്ഥികൾ എങ്ങനെ വന്ന് പരീക്ഷ എഴുതും? അതുതന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അരുൺ, 1 വർഷമായി ഇവർ നേരത്തെ പരീക്ഷ എഴുതിയിട്ട് ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് 1 വർഷം മുമ്പ് എഴുതിയ പരീക്ഷ വീണ്ടും പഠിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പല വിദ്യാർത്ഥികൾ വിദേശത്താണ്, ഇതര സംസ്ഥാനങ്ങളിലാണ്, എല്ലാവരും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഇനിയിപ്പോൾ ഇവരുടെ ജൂനിയർ വിദ്യാർത്ഥികളുടെ കൂടെ ബാച്ച് ഔട്ട് ആവുന്ന ഗതികേട്ടിലേക്കാണ് ഇവർ എത്തുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ അരുൺ ഗുരുതര വീഴ്ചയാണ് അധ്യാപകൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ പരീക്ഷാ കൺട്രോളറോട് സംസാരിക്കുമ്പോൾ ആ ഗൗരവം പരീക്ഷാ കൺട്രോളർക്കുണ്ടായോ എന്നുള്ളത് പ്രേക്ഷകർ തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിശക്തമായ നടപടി ഉണ്ടാകണം. കാരണം ഒരു ബാച്ചിലെ ഈ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ MBA വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഏതാണ്ട് തുലാസിലാക്കുന്ന നിലയിലേക്ക് അധ്യാപകൻ പെരുമാറിയത്. അരുൺ, MBA പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇനി എന്താ മോനെ ചെയ്യാം? ആക്ച്വലി നമ്മൾ 2022-24 ബാച്ചാണ്. നമുക്ക് ഓൾറെഡി ഇപ്പം നോർമൽ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് പാസ് ഔട്ടായി കഴിയാനുള്ള സമയം ഒരുപാട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ജോലിക്ക് കയറണം. അതായത് MBA എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മൾ എല്ലാ സ്റ്റുഡൻസും ആ ഒരു പ്രൊഫഷണൽ ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാൻ വേണ്ടി മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കമ്പനിയിലോട്ട് കയറാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനും ബാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ റിസൾട്ട് ഇതുവരെ ലേറ്റ് ആവുന്നതും പിന്നെ ഈ 3rd സെമ്മിൻ്റെ റിസൾട്ട് നമ്മൾ കുറേ നാളായിട്ട് നിങ്ങളുടെ കുറവ് കൊണ്ടല്ല, അല്ല മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾ ബലിയാടാവുകയാണ്.
അതെ അതെ, അതായത് നമ്മൾ എത്ര നന്നായിട്ട് എക്സാം എഴുതിയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും വീണ്ടും പേപ്പർ മിസ്സായി നമ്മൾ വീണ്ടും എക്സാം എഴുതണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോവാം? അറിയില്ല സാർ, നമ്മളുടെ ഭാഗത്ത് ഞങ്ങൾ ഒരു വീഴ്ച ഉണ്ടാക്കിയിട്ടില്ല. ഒരു അധ്യാപകൻ്റെ പിഴവ് കാരണം നമ്മൾ എന്തിനാണ് ഞങ്ങളുടെ ഭാവി വെച്ച് കളിക്കുന്നത്? വലിയ ബുദ്ധിമുട്ടാവും ഇനിയിപ്പോൾ അല്ലേ? എന്തായാലും ആവും. കാരണം നമുക്ക് ഇനി നമ്മളുടെ റിസൾട്ട് എന്ന് വരും എന്നൊന്നും നമുക്കറിയത്തില്ല. തേർഡ് സെമ്മിൻ്റെ റിസൾട്ട് നമ്മൾ എഴുതിയത് തന്നെ മെയിലാണ്. നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോഴെല്ലാം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം വരും, മാർച്ച് ഫസ്റ്റ് വീക്ക് വരും, മാർച്ച് ലാസ്റ്റ് വീക്ക് വരും എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും സ്പെഷ്യലായിട്ടാണ് അവരെന്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, മെയിനായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എല്ലാ കൊച്ചുങ്ങൾക്കും സ്പെഷ്യലായിട്ട് മെയിൽ അയച്ചിട്ടാണ് ഇവർ പറയുന്നത്, നിങ്ങൾക്ക് ഇന്ന ദിവസം നിങ്ങളുടെ കോളേജിൽ വെച്ച് നിങ്ങൾ 7-ാം തീയതിയാണ് നമുക്ക് എക്സാം വെച്ചിരിക്കുന്നത് കൊച്ചുങ്ങൾക്ക്. ഏകദേശം കുറേ കൊച്ചുങ്ങൾക്ക് മെയിൽ പേഴ്സണലായിട്ട് വരുന്നത്. അങ്ങനെ ഒമാനിലുള്ള കൊച്ചിനും ഇങ്ങനെ പോയിട്ടുണ്ട്. അവനാണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇത്രയും പൈസ മുടക്കിയൊക്കെയാണ് വിദേശത്ത് പോയിരിക്കുന്നത്. അവർ ജോലി അവിടെ സെറ്റായി, അതിനുശേഷം ആ ജോലി ഇനി കളഞ്ഞിട്ട് വരാനും പറ്റത്തില്ല. ക്യുസാറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ ഇതേ ബാച്ചിലുള്ള MBA-ക്കാരുടെ റിസൾട്ട് പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ടല്ലേ? അതെ, ഈ കുസാറ്റും MG ഒക്കെ ഇതിനകം തന്നെ റിസൾട്ട് പുറത്തു വിട്ടു അല്ലേ? KTU MCA റിസൾട്ട് പുറത്തു വിട്ട എന്നോട് ഫ്രണ്ട്സ് ഉണ്ട് CET പഠിക്കുന്ന, അവർക്കൊക്കെ റിസൾട്ട് പബ്ലിഷ് അവർ ഒരു ജോലിക്ക് കയറി. നമ്മളിപ്പം ജോലിക്ക് പോകുമ്പോൾ അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. എല്ലായിടത്തും ചോദിക്കുന്നത് അങ്ങനെ, സർട്ടിഫിക്കേഷൻ എവിടെ, MBA എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെർസ്യൂയിങ് MBA എന്നിപ്പം കൊടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലാത്തിലും. അവർ ചോദിക്കുമ്പം നമ്മൾ പറയുന്നത് പെർസ്യൂയിങ് MBA ആണ്, നമുക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും വാല്യൂ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇതിലൊരു പ്രശ്നമുള്ളത് എന്തായാലും സർവകലാശാലയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഈ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ചെയ്ത കൊടും ക്രൂരത അറിയാതെയാണെങ്കിൽ പോലും അതിനെ അങ്ങനെ മാത്രമേ നമുക്ക് വിളിക്കാൻ കഴിയൂ. അരുൺ, അധ്യാപകൻ ഈ സംഭവം ചെയ്തിട്ട് ഉറപ്പായും മാസങ്ങളായി കാണും. എന്നിട്ട് എന്തിനാണ് ഇതിന് ഇത്രയേറെ വൈകിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഏപ്രിൽ 7 ഇനിയിപ്പോൾ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന് ഇവർക്ക് റിസൾട്ട് വന്ന് ഇവരുടെ ഫലം പ്രഖ്യാപിക്കുമ്പോഴേക്ക് ഉറപ്പായിട്ടും ഇനിയും 3-4 മാസം വേണ്ടിവരും എന്നുള്ളിടത്താണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഇവരുടെ ജീവിതത്തിലെ ഒരു വർഷം നഷ്ടപ്പെട്ടത് ആ അധ്യാപകന്റെ അശ്രദ്ധയാണ് എന്നതാണ്. അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അരുൺ, മറ്റൊരു സങ്കടമുള്ളത്, ഒരു വർഷം മുമ്പ് പരീക്ഷ എഴുതിയ ഈ കുട്ടികൾ ഇതെല്ലാം കഴിഞ്ഞു എന്ന് കരുതി മറ്റ് പല മേഖലകളിലേക്കും പോകുമ്പോൾ ഒരാഴ്ചക്കിടയിൽ എങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതും എന്ന ചോദ്യമാണ് ഇവർ പരസ്പരം ചോദിക്കുന്നതും. വലിയ പ്രതിസന്ധിയിലാണ്. മുഖം പോലും കാണിക്കാതെ നമ്മുടെ മുന്നിലേക്ക് വന്നത് ഇവരുടെ പ്രതിനിധികളായിട്ടാണ്. സൗമ്യ എന്ന് പറയുന്ന ഒരു പ്രേക്ഷക ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ മെയ് മാസം എഴുതിയ പരീക്ഷയാണ്, ഒരു വർഷമാവുന്നു, ഇത് എന്തോന്ന് യൂണിവേഴ്സിറ്റിയുടെ എന്ന് ചോദിക്കുന്നു. ഉറപ്പായും അരുൺ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനിയിപ്പോൾ പരീക്ഷ എഴുതേണ്ട കുട്ടികൾക്ക് മോനെ ഒരു വർഷം മുമ്പ് എഴുതിയതാണല്ലോ ഇത്. അതെ, ഒരു വർഷം മുന്നേ നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞ സാധനം വീണ്ടും നമ്മൾ പഠിക്കാൻ വേണ്ടി അതിൻ്റെ ബുക്കുകളും അതിൻ്റെ റെക്കോർഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സായി കാണും. 1 ഇയറായി. അപ്പം അത് വീണ്ടും പഠിച്ചെഴുതാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം പുറത്തുനിന്നുള്ള ആൾക്കാർ പുറത്തുനിന്ന് വരണം, ഇനി പല സ്ഥലത്തുള്ള ആൾക്കാർ വീണ്ടും ഇതിനുവേണ്ടി വരേണ്ടി വരും. ഒരു വർഷം മുമ്പ് പഠിച്ച് പരീക്ഷ എഴുതി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചത് പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ വരുമ്പോൾ അല്ലേ? നമ്മളത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കുറേ ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന പഠിക്കുന്നത്. MBA എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും പഠിച്ചെടുക്കാൻ തന്നെ കുറേ പാടുണ്ട്. അരുൺ സംസാരിക്കുമ്പോൾ ഇവരുടെ കണ്ണ് നിറയുകയാണ്. ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ധാരാളം വിദ്യാർത്ഥികൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എന്തായാലും സർവകലാശാല ഇതിനെ എങ്ങനെ എടുക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. റിസൾട്ട് പുറപ്പെടാതെ ഈ വാർത്തയും പുറത്തു വന്നു. പണ്ടൊക്കെ ആണെങ്കിൽ 1-2 പേരുടെയൊക്കെ പേപ്പർ കടന്നു പോയാൽ അഡ്ജസ്റ്റ് ചെയ്ത് മാർക്കിടുന്ന രീതിയൊക്കെ ചില സർവകലാശാലകളൊക്കെ പണ്ട് ചെയ്തതായിട്ട് കേൾക്കുന്നുണ്ട്. കഥകൾ ഇങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ 71 പേരുടെ കാര്യമാണ് ഇതിപ്പോൾ നമ്മൾ അടക്കം ഈ വാർത്ത പുറത്തുവിട്ടു. ഇനി പരീക്ഷ നടത്താതെ ആ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല. പരീക്ഷ നടത്തുകയാണെങ്കിൽ അതിന് എന്ന് റിസൾട്ട് പ്രഖ്യാപിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം TV പ്രസാദ് നമ്മൾ എല്ലാ പ്രേക്ഷകരോടും പറയണം, ഈ കാലതാമസത്തിന് ഒരു ന്യായീകരണമില്ല കേട്ടോ. നമ്മുടെ സർവകലാശാലകളിൽ പരീക്ഷയുടെ ഫലം വരുന്നത് താമസിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം സർവകലാശാലകൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും തന്നെയാണ്. വേണമെന്ന് വെച്ചാൽ 10 ദിവസത്തിനുള്ളിൽ ഫലപ്രഖ്യാപനം നടത്താം, 10 ഡേയ്സിനുള്ളിൽ ഫലപ്രഖ്യാപനം നടത്താം. അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ചെയ്യൂല. ഒരു വർഷം എടുക്കും ഇതിൻ്റെ റിസൾട്ട് വരാൻ. ഒരു വർഷമായി ആലോചിക്കണം. ഒരു റിസൾട്ട് വരാൻ വേണ്ടി ഒരു വർഷം കാത്തിരിക്കേണ്ടി വരുന്നുള്ളൂ. നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുള്ളൂ?
ഹൈ റാങ്കിങ്ങിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് വിഷയമെങ്കിൽ ജനങ്ങൾക്ക്, കുട്ടികൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് ഈ 71 വിദ്യാർത്ഥികളുടെ മാത്രമല്ല, ഈ ബാച്ചിൽ പരീക്ഷ എഴുതിയ മുഴുവൻ MBA വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഇത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അവർ ക്യുസാറ്റിലാണെങ്കിലോ KT-യിലോ ഒക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇപ്പോൾ റിസൾട്ട് പുറത്തു വന്നേനെ, അവരിപ്പോൾ ജോലിക്ക് പ്രവേശിച്ചേനെ എന്നുള്ളതാണ്. അപ്പോൾ ജോലിക്ക് പ്രവേശിക്കുന്ന കമ്പനി എടുത്ത് പറയാൻ പറ്റുമോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു മാഷ് 71 പേപ്പർ കൊണ്ട് കളഞ്ഞതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും കമ്പനി ഇവർക്ക് ജോലി കൊടുക്കൂ? അപ്പോൾ ഇതൊക്കെ വളരെ അടിയന്തരമായിട്ട് യൂണിവേഴ്സിറ്റി പരിശോധിക്കേണ്ട വിഷയമാണ്. ഒരു ചലഞ്ച് വെച്ച് 10-20 ദിവസത്തിനുള്ളിൽ ഫലം പ്രഖ്യാപനം, അല്ലെങ്കിൽ അടുത്ത മാസം, ഒറ്റ മാസത്തിൻ്റെ ഗ്യാപ്പിൽ, ഇപ്പോൾ SSLCയുടെ 4 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയല്ലേ, എന്നിട്ട് 1-1.5 മാസത്തിനുള്ളിൽ തന്നെ ഫലപ്രഖ്യാപനം വരുന്നില്ലേ? എത്ര വേഗത്തിലാണ് ഫലപ്രഖ്യാപനം കൊണ്ടുവരുന്നത്? ഇതേപോലെ സർവകലാശാലകൾക്ക് പറ്റാത്തത് എന്താ? വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളതാണ്. പക്ഷേ വേണമെന്ന് വെക്കൂല, അതാണ് പ്രശ്നം. അപ്പോൾ താങ്ക് യു TV പ്രസാദ് വാർത്ത പുറത്തെത്തിച്ചതിന്. എന്തായാലും നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.